പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്ന സന്ദേശവുമായി വീണ്ടും ഒരു ഭൗമദിനം കൂടി എത്തിയിരിക്കുന്നു. 1970 US-ലാണ് ഭൗമദിനാചരണം തുടങ്ങിയത്. ഭൂമിയുടെ സംരക്ഷണം തന്നെയാണ് ഭൗമദിനാചരണത്തിന്റെ ലക്ഷ്യവും. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗം മനുഷ്യർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പ്രകൃതിയുടെ നിലനിൽപ്പിന് ഭീഷണിയായേക്കാവുന്ന ഇത്തരം പ്രശ്നങ്ങളെ പ്ലാസ്റ്റിക്കിന്റെ കൃത്യമായ ഉപയോഗവും സംസ്കരണവും വഴി പരിഹരിക്കാവുന്നതാണ്. കരയിലും കടലിലുമായി ഉപേക്ഷിക്കപ്പെട്ട ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വരുത്തിവെക്കുന്ന വിപത്തിനെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. പ്ലാസ്റ്റിക് അല്ല, അതിൻ്റെ അനിയന്ത്രിതവും അപകടകരവുമായ ഉപയോഗമാണ് പ്രശ്നം. അലക്ഷ്യമായി പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിലൂടെ ഓടകളിലും മറ്റും കുടുങ്ങിക്കിടന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുകയും മഴ വരുമ്പോൾ വലിയ വെള്ളക്കെട്ടിന് കാരണമാവുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ പുക ശ്വാസകോശത്തിലെത്തുകയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നിർമ്മിക്കാൻ ഏകദേശം 6 ലിറ്റർ വെള്ളം ആവശ്യമാണ്. മിനറൽ വാട്ടറിൻ്റെ വിപണനത്തിന് ഉപയോഗിക്കുന്നത് ഈ ബോട്ടിൽ തന്നെയാണ്. നമ്മൾ സുരക്ഷിതമെന്ന് കരുതി കുടിക്കുന്ന കുപ്പിവെള്ളത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കും മനുഷ്യ ശരീരത്തിന് ദോഷകരമാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ സാധാരണയായി മാറിയിരിക്കുകയാണ്. കടൽ പക്ഷികളിൽ പ്ലാസ്റ്റിക്കോസിസ് എന്ന രോഗം കാണപ്പെടുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കാലക്രമേണ മറ്റു പല ജീവജാലങ്ങളിലേക്കും രോഗം വ്യാപിക്കുമെന്ന ആശങ്കയും ശാസ്ത്രജ്ഞർ പങ്കുവയ്ക്കുന്നു. പ്ലാസ്റ്റിക് മൂലം സിലിക്കോസിസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, വിട്ടുമാറാത്ത ശ്വാസകോശ അസുഖങ്ങൾ, ക്യാൻസർ തുടങ്ങി മാരകമായ പല രോഗങ്ങളും മനുഷ്യന് പിടിപെടുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലൂടെ പുറംതള്ളപ്പെടുന്ന CFC പോലുള്ള മാരകമായ കെമിക്കലുകൾ ഓസോൺ പാളികളിലെ വിള്ളലുകൾക്കും കാരണമാകുന്നു. 20-ാം നൂറ്റാണ്ടിൽ മൊത്തം ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്ലാസ്റ്റിക്കിന്റെ 10 മടങ്ങ് കൂടുതൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവയിൽ പകുതിയിലേറെയും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് താനും. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കിന്റെ 5% മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ പ്രശ്നപരിഹാരത്തിനായി പ്ലാസ്റ്റിക്കിനെ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകാനും നമുക്കാവില്ല. ഭക്ഷണങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും മെഡിക്കൽ മേഖലയിലും മറ്റും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായും പ്ലാസ്റ്റിക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശരിയായ സംസ്കരണത്തിലും പുനരുപയോഗത്തിലുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇക്കാര്യത്തിൽ ഓരോ രാജ്യങ്ങളും വിവിധ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കി വരുന്നത്. കേരളത്തിൽ ഹരിതകർമ്മസേന പോലുള്ള സംഘടനകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും നിന്നുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അവയെ തരംതിരിച്ച് റീസൈക്ലിങ്ങിനും മറ്റും സജ്ജമാക്കുന്നു. ഇതുവഴി ഒരു പരിധിവരെ പ്ലാസ്റ്റിക് കത്തിക്കുന്നതും അലക്ഷ്യമായി വലിച്ചെറിയുന്നതും നിയന്ത്രിക്കാനായിട്ടുണ്ട്. അതുകൂടാതെ തുണിസഞ്ചികൾ, പേപ്പർ കപ്പുകൾ, മഷിപ്പേനകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് പകരം സ്റ്റീൽ ബോട്ടിലുകൾ എന്നിവ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. പരമാവധി പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ളവ പരമാവധി തവണ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പുനഃചംക്രമണം തുടങ്ങിയ കാര്യങ്ങൾ പിന്തുടരുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർ മാറുന്നതിന് കാത്തുനിൽക്കാതെ സ്വയം മാറാൻ ശ്രമിക്കുകയാണ് വേണ്ടത്.